രാഷ്ട്രീയമായിട്ടുള്ള തുല്യത നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള തുല്യത നമുക്ക് ഉണ്ടായിട്ടില്ല. അതിതുവരെയും ഉണ്ടായിട്ടില്ല. സാമൂഹികമായ തുല്യത ഉണ്ടായിരുന്നു എങ്കിൽ സ്ത്രീകളും ദളിതരും ട്രാൻസ്ജെൻഡേഴ്സും ഈ സംവരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഔദാര്യത്തിന് വേണ്ടിയോ കൈനീട്ടുകയോ വർത്തമാനം പറയുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സാമൂഹികമായി തുല്യത ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിക്കണമായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തെ നിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു പിന്തുടർച്ച നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ഒരു സ്ത്രീയുടെ മുന്നോട്ട് വരവ്, സ്ത്രീയുടെ അവസ്ഥകളിൽ വരുത്തിയ കുറച്ച് പരിഷ്കാരങ്ങൾ, അത് വിമോചനപരമായി മാറ്റി തീർക്കുകയും സ്ത്രീക്ക് സമത്വവും തുല്യതയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ടീച്ചർക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഞാൻ അതിനോട് യോജിക്കുന്ന ആളല്ല. എങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഭരണാധികാരത്തിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന മുന്നണി കൊടുക്കുമോ? കൊടുക്കാൻ ഒരു സാധ്യതയില്ല എന്ന് എനിക്കറിയാം. ഒരു സാധ്യതയുമില്ല. കാരണം അവരുടെ പാർട്ടിക്ക് അകത്ത് പോലും 33% സംവരണം കൊടുത്തിട്ടില്ല. പാർട്ടിക്കകത്ത് സംഘടനാ പ്രവർത്തനത്തിൽ 33% സംവരണം വരാതെ കണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് 33% സംവരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതേസമയം ബംഗാളിൽ അതല്ലെങ്കിൽ പിന്നെ ഒറീസയിൽ ഒക്കെ തന്നെ, ഒറീസയിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 71% സ്ത്രീ വിജയം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സീറ്റിൽ 9 സീറ്റോ മറ്റാണ് കൊടുത്തത്. അതിൽ 5 6 എനിക്കറിയില്ല വിജയിച്ചു, സ്ത്രീകൾ വിജയിച്ചു. ബംഗാളിലും അത് തന്നെ ഉണ്ടായി. കൊടുത്താൽ സ്ത്രീകൾ വിജയിക്കുകയും നേടിയെടുക്കുകയും ചെയ്യും. ഇത് കൊടുക്കുക എന്ന് പറയുന്ന ടേമിനോടാണ് എനിക്കുള്ള വിയോജിപ്പ്. കൊടുക്കേണ്ടതല്ല, അത് സ്ത്രീകൾ എടുക്കേണ്ടതാണ്. സ്ത്രീകൾ അങ്ങനെ എടുക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ പാഠങ്ങളോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെയും ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിലോ നമുക്ക് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവരിപ്പോഴും മതങ്ങളുടെയും ടീച്ചർ നേരത്തെ ചൂണ്ടിക്കാണിച്ച അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഇരുട്ടിലേക്ക് ആട്ടിത്തെളിയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അവരെ നിർമ്മിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരാണ് ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിലെ BJP അധികാരത്തിൽ വരുമെങ്കിൽ അവർ ജയിപ്പിക്കുന്നത് ആരാണ്? എന്തെങ്കിലും ബോധമുണ്ടോ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ പോയി വോട്ട് ചെയ്യുന്ന കോടാനുകോടികളായിട്ടുള്ള മനുഷ്യർക്ക്? അവർ രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണോ, അവകാശബോധത്തോടു കൂടിയാണോ, ഭരണഘടനയെ പറ്റി അറിഞ്ഞിട്ടാണോ? അല്ല. നീ പോയി വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് അവൻ പോയി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി അവർ പോയി വോട്ട് ചെയ്യും. അങ്ങനെ ജയിപ്പിക്കുന്ന ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ കണ്ട കാലമായിട്ടും നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലോ ഉള്ള പഴുതുകളും ചോർച്ചകളും അടച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനല്ല, അധികാര കേന്ദ്രീകരണത്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തെ കണ്ടത്. അധികാരം മുഴുവനും തങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലേക്ക് കേന്ദ്രീകരിക്കുകയും ജനങ്ങൾ പരമാധികാരികൾ എന്ന് പറയുന്നതിനെ തുടച്ചു നിൽക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് ഒരു പരമാധികാരവും ഇല്ല, ജനങ്ങൾക്ക് അതിട്ട് അറിയില്ല, അവർക്കത് ആവശ്യവുമില്ല. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും അധികാരത്തിലേക്ക് കയറാനും ആർക്കൊരു പ്രയാസമില്ല. ബലമുണ്ടായാൽ മതി, നല്ല ബലമുണ്ടായാൽ മതി. ആയുധ ബലം, കാശിൻ്റെ ബലം, കോർപ്പറേറ്റുകളുടെ ബലം, അതുപോലെ തന്നെ ഇമാതിരിയുള്ള പിന്നെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഫലം, നല്ലപോലെ വേഷം കെട്ടി നടക്കാനുള്ള ഫലം, അതൊക്കെ ഉണ്ടായാൽ ജയിക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വോട്ട് സമ്പ്രദായമൊക്കെ അതാണ്.